You have already learned that the neural system provide a point-to-point rapid coordination among organisms. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ന്യൂറൽ സിസ്റ്റം നമ്മുടെ ഓരോ ഓർഗൻസിൻ്റെയും കോർഡിനേഷനും അതിൻ്റെ വേഗതയ്ക്കും റാപ്പിഡ് കോർഡിനേഷൻ among ഓർഗൻസത്തിന് എത്ര യൂസ്ഫുള്ളാണ്, അത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദ ന്യൂറൽ കോർഡിനേഷൻ ഈസ് ഫാസ്റ്റ് ബട്ട് ഷോർട്ട് ലിവ്ഡ്. ന്യൂറൽ കോർഡിനേഷൻ ഭയങ്കര വേഗതയുള്ളതും പക്ഷേ ഷോർട്ട് ലിവ്ഡും ആണ്. ആസ് ദ നെർവ് ഫൈബർ ഡു നോട്ട് ഇന്നർവേറ്റ് ഓൾ സെൽസ് ഓഫ് ദ ബോഡി ആൻഡ് ദ സെല്ലുലാർ ഫങ്ഷൻ നീഡ് ടു ബി കണ്ടിന്യൂസ്ലി റെഗുലേറ്റഡ്, എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഹാസ് ടു ബി പ്രൊവൈഡഡ്. നമ്മളെ നെർവ് ഫൈബേഴ്സ് ബോഡിയിൽ എല്ലാ സ്ഥലത്തും ഇല്ലാത്തത് കാരണം സെല്ലുലാർ ഫങ്ഷൻ കണ്ടിന്യൂസ് ആയി നടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോർഡിനേഷനും ഇൻ്റഗ്രേഷനും ആവശ്യമാണ്. ദീസ് ഫങ്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഹോർമോൺസ്. ഈ ഫങ്ഷനൊക്കെ നടത്തുന്നത് ഹോർമോൺസ് ആണ്. ദ ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ജോയിൻ്റ്ലി കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് ദ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഏതെല്ലാം സിസ്റ്റമാണ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ജോയിൻ്റ്ലി കോർഡിനേറ്റ്. Endocrine glands and hormones. Endocrine glands lacks duct and are hence called ductless glands. Endocrine glands എന്ന് പറയുന്നത് ഡക്റ്റ് ഇല്ലാത്ത, അതായത് ഗ്രന്ഥി ഇല്ലാത്ത ഒരു ഗ്ലാൻഡ് ആയത് കാരണം അതിന് പറയുന്ന പേരാണ് ഡക്ട്ലെസ് ഗ്ലാൻഡ്. ദർ സെക്രീഷൻസ് ആർ കോൾഡ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷന് പറയുന്ന പേരാണ് ഹോർമോൺസ്. ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഹോർമോൺ ആസ് എ കെമിക്കൽ produced by endocrine glands and released into the blood and transport to a distantly located target organ has current scientific definition as follows. Hormones are non-nutrient chemical which act as intercellular messengers and are produced in trace amount. Hormones എന്ന് പറയുന്നത് നോൺ ന്യൂട്രിയൻ്റ് ആണ്, അതിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടില്ല, കെമിക്കൽ ആണ്. വിച്ച് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. ഇന്റർസെല്ലുലർ ആണ്. ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്. വളരെ കുറച്ച് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. The new definition covers a number of new molecules in addition to the hormones secreted by organized endocrine gland. Invertebrate possess very simple endocrine system with few hormones, whereas a large number of chemicals act as hormones and provide coordination in the vertebrates. ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ വളരെ സിമ്പിളായിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റമാണുള്ളത്. പക്ഷേ വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ ലാർജ് നമ്പർ ഓഫ് chemicals act as hormones and provide coordination in vertebrates. The human endocrine system is described here. ഇവിടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പെനിയൽ ഗ്ലാൻഡ് ഉണ്ട്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ഉണ്ട്, തൈമസ് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, അഡ്രിനൽ ഉണ്ട്, ഓവറി ഉണ്ട്, ടെസ്റ്റിസ് ഉണ്ട്. ഓവറി ഫീമെയിലും ടെസ്റ്റിസ് മെയിലും. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം. ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഡിഫ്യൂസ്ഡ് ടിഷ്യൂസ് ഓർ സെൽസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് പാർട്സിൽ കാണുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഓർ ടിഷ്യൂസിന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എൻഡോക്രൈൻ സിസ്റ്റം. പിറ്റ്യൂട്ടറി, പിനിയൽ, തൈറോയിഡ്, അഡ്രിനൽ, പാൻക്രിയാസ്, പാരാതൈറോയിഡ്, തൈമസ് ആൻഡ് ഗൊണാഡ്സ്. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റിസ് ഇൻ മെയിൽസ് ആൻഡ് ഓവറി ഇൻ ഫീമെയിൽസ് ആർ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ബോഡീസ് ഇൻ അവർ ബോഡി. In addition to these, some other organs, example gastrointestinal tract, liver, kidney, heart also produce hormones. A brief account of the structure and function of all major endocrine glands and hypothalamus of human body is given in the following sections. The hypothalamus. As you know, the hypothalamus is the basal part of diencephalon forebrain and it regulates a wide spectrum of body functions. ഹൈപ്പോതലാമസ് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നുള്ള ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ബേസൽ പാർട്ട് ഓഫ് ഡയൻസെഫലോൺ ആൻഡ് ഫോർബ്രെയിൻ ആൻഡ് ഈസ് റെഗുലേറ്റഡ് എ വൈഡ് സ്പെക്ട്രം ഓഫ് ബോഡി ഫങ്ഷൻ. നമ്മൾ ബോഡി ഫങ്ഷൻ്റെ വൈഡ് സ്പെക്ട്രം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പോതലാമസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളല്ലോ, അതിനെപ്പറ്റി ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഇറ്റ് കണ്ടെയ്ൻ സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോ സെക്രീറ്ററി സെൽസ് കോൾഡ് ന്യൂക്ലിയായി വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഹൈപ്പോതലാമസിൽ
ന്യൂറോ സെക്രീറ്ററി സെൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയൈ. ഈ ന്യൂക്ലിയൈ ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് ഹോർമോൺസ് റെഗുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഈ ന്യൂക്ലിയൈ പറയുന്ന ഈ ഹോർമോണാണ് സെക്രീഷനും സിന്തസിസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺസ് സെക്രീറ്റും സിന്തസിസും റെഗുലേറ്റും ചെയ്യുന്നത് ഈ ഹോർമോൺസ് ആണ്. ഹവർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ് ആർ ഓഫ് 2 ടൈപ്സ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് 2 ടൈപ്സ് ഉണ്ട്. ദ റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അതിൽ റിലീസിങ് ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് വിച്ച് ഇൻഹിബിറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. റിലീസിങ് ഹോർമോണ് പിറ്റ്യൂട്ടറി ഹോർമോണ് സെക്രീറ്റ് ചെയ്യുന്നതിന് സ്റ്റിമുലേറ്റ് ചെയ്യും. വരാസ് ഇൻഹിബിറ്റിംഗ് ഹോർമോണ് പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എ ഹൈപ്പോതലാമിക് ഹോർമോൺ കോൾഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ GnRH സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി സിന്തസിസ് ആൻഡ് റിലീസ് ഓഫ് ഗൊണാഡോട്രോപ്പിൻസ്. ഈ GnRH എന്ത് ചെയ്യുന്നത്, പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സിന്തസിസ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ്, സൊമാറ്റോസ്റ്റാറ്റിൻ from the hypothalamus inhibit the release of growth hormone from the pituitary. നമ്മൾ സൊമാറ്റോസ്റ്റാറ്റിൻ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന സൊമാറ്റോട്രോപ്പിൻ എന്താ ചെയ്യുന്നത്, ഇൻഹിബിറ്റാണ് ചെയ്യുന്നത്. എന്തിനാ, ഗ്രോത്ത് ഹോർമോൺസിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതായത് തടയുന്ന. ദീസ് ഹോർമോൺ ഒറിജിനേറ്റിംഗ് ഇൻ ഹൈപ്പോതലാമിക് ന്യൂറോൺസ് പാസ് ത്രൂ ആക്സോൺ ആൻഡ് ആർ റിലീസ്ഡ് ഫ്രം ദർ നെർവ്സ് എൻഡിങ്. ഈ ഹോർമോൺസ് ഹൈപ്പോതലാമിക് ന്യൂറോണിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ആക്സോൺസിലൂടെ പാസ് ചെയ്യും ആൻഡ് ആർ റിലീസ്ഡ് ഫ്രം ദർ നെർവ് എൻഡിങ്. ദീസ് ഹോർമോൺസ് റീച്ചസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ത്രൂ എ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് റെഗുലേറ്റ് ദ ഫങ്ഷൻ ഓഫ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്ത് വഴി എത്തുന്നത്, ദീസ് ഹോർമോൺസ് റീച്ചസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ത്രൂ എ പോർട്ടൽ സിസ്റ്റം, ഒരു പോർട്ടൽ സിസ്റ്റം വഴിയാണ് എത്തുന്നത്. ആൻഡ് ഇവരെന്താണ് റെഗുലേറ്റ് ചെയ്യുന്നത്, ആൻഡ് റെഗുലേറ്റ് ദ ഫങ്ഷൻ ഓഫ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറീൻ്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഹോർമോൺസ് ആണ്. ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് അണ്ടർ ദ ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷൻ ഓഫ് ഹൈപ്പോതലാമസ്. പക്ഷേ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിൻ്റെ ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷനിലാണ് ഉള്ളത്. Next, pituitary gland. The pituitary gland is located in a bony cavity called sella turcica and is attached to hypothalamus by a stalk. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു ബോണി ക്യാവിറ്റിയിലാണ്. ക്യാവിറ്റിൻ്റെ പേരാണ് സെല്ല ടെർസിക്ക ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഹൈപ്പോതലാമസ്. അത് ഹൈപ്പോതലാമസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോക്ക് വഴിയാണ്. It is divided anatomically into an adenohypophysis and neurohypophysis. അത് അനാറ്റമിക്കലി 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അഡിനോഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോഹൈപ്പോഫൈസിസ്. അഡിനോഹൈപ്പോഫൈസിസ് കൺസിസ്റ്റ് ഓഫ് 2 പോർഷൻസ്, പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇൻ്റർമീഡിയ. ഹൈപ്പോഫൈസിസിന് തന്നെ 2 പാർട്ടുണ്ട്, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻ്റർമീഡിയയും. The pars distalis region of pituitary, commonly known as anterior pituitary, produces growth hormone, prolactin, thyroid stimulating hormone, adrenocorticotropic hormone, luteinizing hormone, follicle stimulating hormone. ഈ പാർസ് ഡിസ്റ്റാലിസ് റീജിയൻ അതിന് പറയുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അത് ഏതെല്ലാമെന്ന് വെച്ചാൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, പ്രൊലാക്റ്റിൻ ഉണ്ട്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, adrenocorticotropic hormone, luteinizing hormone and follicle stimulating hormone. Pars intermedia secretes only one hormone called melanocytes. Melanocyte stimulating hormone. Pars distalis ഇത്രയും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പാർസ് ഇൻ്റർമീഡിയ ഒരു ഹോർമോൺ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഹവർ ഇൻ ഹ്യൂമൻസ് ദ പാർസ് ഇൻ്റർമീഡിയ ഈസ് ഓൾമോസ്റ്റ് മേർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. ഹ്യൂമൻസിൽ പാർസ് ഇൻ്റർമീഡിയും പാർസ് ഡിസ്റ്റാലിസും ലൈക്ക് ഒരു സെപ്പറേഷൻ പോലെയില്ല, ഓൾമോസ്റ്റ് മേർജ് ആയിട്ടാണ് നിൽക്കുന്നത്. Neurohypophysis, that is pars nervosa, also known as posterior pituitary, stores and release 2 hormones called oxytocin and vasopressin.
ഫൈസസ്, അതായത് പാർസ് നെർവോസ, ഓൾസോ നോൺ ആസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് എന്ന പാർസ് ഡിസ്റ്റാലിസിനാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. പക്ഷേ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ന്യൂറോ ഹൈപ്പോഫൈസിസ് അഥവാ പാർസ് നെർവോസക്കാണ്. ഇതെന്താ ചെയ്യുന്നത്? സ്റ്റോർസ് ആൻഡ് റിലീസ് 2 ഹോർമോൺസ് കോൾഡ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും പാർസ് നെർവോസയാണ്. which are actually synthesized by the hypothalamus and are transport axonally to neurohypophysis. ഈ ഓക്സിറ്റോസിനും വാസോപ്രസിനും ആക്ച്വലി സിന്തസിസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിലാണ്, പക്ഷെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇതിലേക്കാണ്? ന്യൂറോ ഹൈപ്പോഫൈസിസിൽ. Over secretion of GH stimulate abnormal growth of body leading to gigantism, and low secretion of GH result in stunted growth resulting in pituitary dwarfism. GH പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ. അതിൻ്റെ ഓവർ സെക്രേഷൻ, ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ബോഡിക്ക് അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാവും, ജൈജാൻറ്റിസം ഉണ്ടാവും. പക്ഷേ ഇത് ലോ സെക്രേഷൻ ഓഫ് GH എന്താണ് റിസൾട്ട് ചെയ്യുന്നത്? സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച കുറവാണ് ഉണ്ടാവുക, ഡ്വാർഫിസാണ് ഉണ്ടാവുക. എക്സസ് സെക്രേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്ട്, എസ്പെഷ്യലി ഇൻ മിഡിൽ ഏജ്, ക്യാൻ റിസൾട്ട് ഇൻ സിവിയർ ഡിസ്ഫിഗർമെൻറ്റ്, എസ്പെഷ്യലി ഫേസ് കോൾഡ് എക്രോമെഗാലി. എക്സസ് സെക്രേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് അഡൽട്ട് സ്റ്റേജിലാണ്, മിഡിൽ ഏജിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ഫേസിൻ്റെ ഡിസ്ഫിഗർമെൻറ്റിന് കാരണമാവും. ഈ അസുഖത്തിന് പറയുന്നവരാണ് എക്രോമെഗാലി, വിച്ച് മേ ലീഡ് ടു സീരിയസ് കോംപ്ലിക്കേഷൻ ആൻഡ് പ്രിമച്ചർ ഡെത്ത് ഇഫ് അൺചെക്ഡ്. ഇത് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആവും, അല്ലെങ്കിൽ പ്രിമച്ചർ ഡെത്തിന് വരെ കാരണമാവും. The disease is hard to diagnose in the early stage and often goes undetected for many years until changes in external features become noticeable. ഈ ഡിസീസ്, അതായത് എക്രോമെഗാലി, ഹാർഡ് ടു ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻ ഏർലി സ്റ്റേജസിലായാൽ പോലും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓഫൺ ഗോസ് അൺഡിറ്റക്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്, കുറേ വർഷങ്ങളോളം ഇത് മനസ്സിലാക്കാൻ പറ്റാണ്ടാവും. അൺടിൽ ചേഞ്ചസ് ഇൻ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ബിക്കം നോട്ടബിൾ, നമ്മൾ ഫേസിലുണ്ടാവുന്ന അല്ലെങ്കിൽ പുറമേ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കാലം വരെ ഇത് കുറേ വർഷത്തേക്ക് അൺഡിറ്റക്റ്റബിൾ, നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ നിൽക്കും. Prolactin regulate the growth of mammary gland and formation of milk in them. Prolactin നെക്സ്റ്റ് ഹോർമോണാണ്. പ്രൊലാക്റ്റിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡിൻ്റെ വളർച്ചയ്ക്കും ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദം, അതിൽ മിൽക്കിൻ്റെ പ്രൊഡക്ഷനും ഫോർമേഷനും വേണ്ടിയിട്ടാണ് പ്രൊലാക്റ്റിൻ അതാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. TSH stimulate the synthesis and secretion of thyroid hormones from the thyroid gland. TSHൻ്റെ ഫുൾ ഫോം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ്. തൈറോയിഡ് ഹോർമോൺസിൻ്റെ സിന്തസിസും സെക്രീഷനുമാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ACTH, that is adrenocorticotropic hormone, stimulate the synthesis and secretion of steroid hormones called glucocorticoids and adrenal cortex. From the adrenal cortex, ACTH എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ സിന്തസിസും സെക്രീഷനുമാണ് ACTH സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സ്റ്റിറോയിഡ് ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡാണ് സ്റ്റിറോയിഡ് ഹോർമോൺ. ഇത് എവിടെയാണുള്ളത്? ഫ്രം അഡ്രിനൽ കോർട്ടെക്സ്. LH ആൻഡ് FSH, അതായത് ല്യൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഗൊണാഡൽ ആക്ടിവിറ്റി ആൻഡ് ഹെൻസ് ആർ കോൾഡ് ഗൊണാഡോട്രോപ്പിൻസ്. ഇത് ഗൊണാഡൽ ആക്ടിവിറ്റീസ് ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവരെ പറയുന്ന പേര് ഗൊണാഡോട്രോപ്പിൻസ് എന്നാണ് പറയുക. ഇൻ മെയിൽസ്, LH സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻ ഫ്രം ടെസ്റ്റിസ്. മെയിൽസിൽ എന്താണ് ഗൊണാഡോട്രോപ്പിൻസ് എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? LH, അതായത് ല്യൂട്ടിനൈസിങ് ഹോർമോണ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹോർമോൺസ് കോൾഡ് അഡ്രിനോജൻറ്റ്. മെയിൽസിൽ ടെസ്റ്റിസിൽ ഉണ്ടാകുന്ന അഡ്രിനോജൻ്റെ സിന്തസിസും സെക്രീഷനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് LH. ഇൻ മെയിൽസ്, FSH ആൻഡ് ആൻഡ്രോജൻ റെഗുലേറ്റ് സ്പെർമറ്റോജനസിസ്. മെയിൽസിൽ LHും
അല്ല, FSHും ആൻഡ്രജനും ഒരുമിച്ച് റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്പെർമറ്റോജനസ്. ഇൻ ഫീമെയിൽസ് LH ഇൻഡ്യൂസ് ഓവുലേഷൻ ഓഫ് ഫുള്ളി മെച്യൂർ ഫോളിക്കിൾ, ദാറ്റ് ഈസ് ഗ്രാഫിയൻ ഫോളിക്കിൾസ്, ആൻഡ് മെയിൻറ്റെയിൻസ് ദ കോർപ്പസ് ലൂട്ടിയം ഫോംഡ് ഫ്രം ദ റെമനന്റ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആഫ്റ്റർ ഓവുലേഷൻ. ഫീമെയിൽസിൽ LH ഇൻഡ്യൂസ് ചെയ്യുന്ന ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യും ഗ്രാഫിയൻ ഫോളിക്കിൾ, അതായത് ഫുള്ളി മെച്യൂറായ ഫോളിക്കിളിൻ്റെ ഓവുലേഷൻ ഫീമെയിൽസിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് LH ആണ്. ആൻഡ് മെയിൻറ്റെയിൻ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യും, ഫോംഡ് ഫ്രം ദ റെമനന്റ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആഫ്റ്റർ ഓവുലേഷന് ശേഷം ഈ കോർപ്പസ് ലൂട്ടിയം എന്താണ്? റെമനന്റ് ഓഫ് ദി ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഫോംഡ് ആഫ്റ്റർ ഓവുലേഷന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിളിന് ഫോം ചെയ്യുന്നതാണ് കോർപ്പസ് ലൂട്ടിയം. FSH സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഒവേറിയൻ ഫോളിക്കിൾ ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിൻ്റെ കേസിലാണ് FSH എന്ത് ചെയ്യുന്നത്? ഗ്രോത്തും ഡെവലപ്മെൻറ്റും, എന്തിൻ്റെ? ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. MSH ആക്ട് ഓൺ മെലനോസൈറ്റ്, മെലാനിൻ കണ്ടെയ്നിങ് സെല്ലിന് പറയുന്നവരാണ് മെലനോസൈറ്റ്, ആൻഡ് റെഗുലേറ്റ് പിഗ്മെൻറ്റേഷൻ ഓഫ് ദ സ്കിന്ന്. MSH എന്താണ് ചെയ്യുന്നത്? അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? മെലനോസൈറ്റിൽ ആക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ റെഗുലേറ്റ് ചെയ്യും. ഓക്സിറ്റോസിൻ ആക്ട് ഓൺ സ്മൂത്ത് മസിൽസ് ഓഫ് അവർ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ദെയർ കോൺട്രാക്ഷൻ. ഓക്സിറ്റോസിൻ എന്താ ചെയ്യുന്നത്? നമ്മളെ ശരീരത്തിലെ സ്മൂത്ത് മസിലിൻ്റെ കോൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഓക്സിറ്റോസിൻ. ഇൻ ഫീമെയിൽസ് ഇറ്റ് സ്റ്റിമുലേറ്റ് എ വിഗറസ് കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. ഫീമെയിൽസിൻ്റെ കേസിൽ ഡെലിവറീൻ്റെ ടൈമിൽ, അതായത് ചൈൽഡ് ബർത്തിൻ്റെ ടൈമിൽ ഈ ഓക്സിറ്റോസിൻ സ്റ്റിമുലേറ്റ് ചെയ്യും, വിഗറസ് കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ഉണ്ടാവും. ആൻഡ് മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ മാമറി ഗ്ലാൻഡിലുള്ള മിൽക്ക് ഇജക്ഷനും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഓക്സിറ്റോസിനാണ്. വാസോപ്രസിൻ ആക്ട് ആസ് മെയിൻലി അറ്റ് കിഡ്നി ആൻഡ് സ്റ്റിമുലേറ്റ് resorption of water and electrolytes by distal tubules and thereby reduce loss of water through urine. വാസോപ്രസിൻ എന്താണ് ചെയ്യുന്നത്? എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? മെയിൻലി കിഡ്നിയിലാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിമുലേറ്റ് റിസോപ്ഷൻ ഓഫ് വാട്ടറിൻ്റെ റിസോപ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, വാട്ടറിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും റിസോപ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും ബൈ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ആൻഡ് ദെയർബൈ റെഡ്യൂസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ വഴി വാട്ടറിൻ്റെ ലോസിങ് റെഡ്യൂസ് ചെയ്യും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ആൻറ്റി ഡയററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനിയൊരു മെയിൻ പോയിന്റ്, an impairment affecting synthesis or release of ADH resulting in a damaged ability of the kidney to conserve water, leading to water loss and dehydration. Water lossum dehydration lead ചെയ്യും. This condition is known as diabetes insipidus. ഈ പറയുന്ന കണ്ടീഷൻ്റെ പേരാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാറിയിട്ട് ചോദിക്കും. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ടാവും ഓപ്ഷനിൽ, ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവും ഓപ്ഷനിൽ. അപ്പോൾ ആൻസർ എന്താ? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്.